ഹായ് ഓൾ, ഇന്ന് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെ മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം. ഇതിനായി കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് എടുത്തത്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തൊലിക്കാൻ പറ്റും. വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറവുമാണ് ഞാൻ എടുത്തത്. കട്ട് ചെയ്തതിന് ശേഷം ഇഞ്ചി കൂടുതലാണെന്ന് തോന്നി ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു ഗ്ലാസ് ജാറാണ്. ജാറിൽ വെള്ളമൊന്നുമില്ലാതെ ഡ്രൈ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. നോമ്പിനൊക്കെ ഇതുപോലെ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതൊരു അടിപൊളി ടിപ്സാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അംശം തീരെ തട്ടാൻ പാടില്ല. ഗ്ലാസ് ജാറൊക്കെ കഴുകി വെയിലത്ത് വെച്ച് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മാത്രമല്ല വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയൊക്കെ കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം മൊത്തമായും ടിഷ്യൂ പേപ്പർ കൊണ്ടോ മറ്റോ തുടച്ചെടുക്കണം. ഇത് മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. മുഴുവനായി അരിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടും മിക്സ് ടിഷ്യൂ പേപ്പർ എടുത്ത് നമുക്കത് എക്സസൈസ് എടുക്കുന്നതിനായിട്ട് ഇങ്ങനെ കൊത്തിയെടുത്ത് കളയാം. ഇനിയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, കേടാവാതിരിക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് ഒലീവ് ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലാവർക്കും അവൈലബിളായ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഞാനിവിടെ മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ജാറിലേക്കിടാം. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് മാസങ്ങളോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേടുകൂടാതെ സൂക്ഷിക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരാം. ബൈ.